മഹാന്മാര് ആലോചിക്കുകയാണ്, അവരുടെ ആത്മീയ അന്വേഷണത്തിൽ നമ്മളോട് പറഞ്ഞു തരികയാണ്, ഒരാൾ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വിനയമുള്ള ആളാകുമ്പോൾ അള്ളാഹു ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്നു. നമ്മൾ എത്രമേൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാണോ അത്രമേൽ അള്ളാഹു തആല ഉയർത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും ഉന്നതരാണ്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. ഖുർആനിന്റെ വചനങ്ങളിലൂടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉന്നതർ നിങ്ങൾ മുത്തഖീങ്ങളാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അല്ലാഹു പറഞ്ഞത് പ്രകാരം ചെയ്യുന്നവർ, അല്ലാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, അല്ലാഹു പറഞ്ഞതെന്തോ അത് ശരിക്കെന്നെ ചെയ്യുന്നവർ, അല്ലാഹു വിലക്കിയതെന്തോ അതിൽ നിന്ന് കൃത്യമായി വിട്ടുനിൽക്കുന്നവർ, 100% അല്ലാഹു പറഞ്ഞ പോലെ അനുസരിക്കുന്നവരാണ് നിങ്ങളിൽ ഉന്നതർ. എന്റെ സന്തോഷത്തിന് തൽക്കാലം അല്ലാഹുവിന്റെ നിയമത്തിൽ ഒരു ചെറിയ ഡൈല്യൂഷൻ വേണം. അതൊക്കെ ഹറാമാണ്, പക്ഷേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വേണം. സ്ത്രീ പുരുഷന്മാരെ ഇടകലകൾ ഹറാമാണ്, പക്ഷേ ഇന്നത്തെ ആഘോഷം അല്ലാതെ പൂർത്തിയാവില്ല. കല്യാണത്തിന്റെ മുഹൂർത്തമൊക്കെ ശരിയാണ്, അത് വേണ്ടാത്തതാണ്, പക്ഷേ ഇന്നത്തെ ആചാരത്തിൽ എന്റെ പണത്തിന്റെ പടവളപ്പൊന്ന് പ്രദർശിപ്പിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾ പലപ്പോഴും തെറ്റുകളിലേക്ക് വീണു പോകുന്നത് ആചാരങ്ങളുടെയും വികാരങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും പേരിലാണ്. ആള് വലിയ ആളിലാണ്, പള്ളിയിൽ 5 നേരവും ജമാഅത്തിലുണ്ട്, പക്ഷേ മകളുടെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഇസ്ലാമിന്റെ ചിട്ട പാലിക്കാനുള്ള കണിശതയിലേക്ക് വരുന്നില്ല. മകന്റെ വിദ്യാഭ്യാസ കാര്യം വന്നപ്പോൾ ദീനിന്റെ അജണ്ടയിൽ നിൽക്കാൻ കഴിയുന്നില്ല. മകന്റെ വിവാഹ ചടങ്ങ് വന്നപ്പോൾ അവിടെ ഹലാലേ നടക്കാവൂ എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. സ്വന്തം വിവാഹത്തിന്റെ കാര്യം വരുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ മതിയെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. വരുമാനത്തിന്റെയും കച്ചവടത്തിന്റെയും കാര്യം വരുമ്പോൾ അല്ലാഹു അനുവദിച്ചത് മതിയെന്ന് തൃപ്തിപ്പെടാനാവുന്നില്ല. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യങ്ങളിലേക്ക് വരുമ്പോൾ മതത്തെ മാറ്റിവെക്കുകയാണ്. അവിടെയാണ് തഖ്വയും നിങ്ങളും തമ്മിൽ മുഖാമുഖം വരുന്നത്. അല്ല മനുഷ്യ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ
دائما أبدا على حبيبك خير الخلق كلهم. وسلم دائما أبدا على حبيبك خير الخلق كلهم.
നിശ്ചയിക്കപ്പെട്ടപ്പോഴും ഞാൻ നൂറിനാൽ പടക്കപ്പെട്ട നിലയിൽ കടന്നു പോകാനുള്ള വഴക്കണോ എനിക്ക് കടക്കാൻ കഴിയില്ല. നടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായ ഒരു തരത്തിലെത്തിയപ്പോൾ അതിനെ മഹാനായ ഉമറുൽ തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമങ്ങളെയും പ്രകീർത്തനങ്ങളെയും മനോഹരമായ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ അടുത്തിടെ ആ കുടുംബക്കാരനായ ഒരാൾ പറഞ്ഞപ്പോൾ ഒന്നുകൂടി അത് സന്തോഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പരലോക സന്തോഷമാണ്. ആമീൻ. അദ്ദേഹമാണ് എഴുതിയത്. ഈ കവിതയെ കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനത്തിന്റെ ഹെഡിങ്ങിൽ ചില ആളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകും. മിഅറാജ് അത്യുന്നതങ്ങളിലേക്കുള്ള ഉദ്ധരണം എന്നൊരു ഹെഡിങ് വായിച്ചവരുണ്ടാകും. അദ്ദേഹം എഴുതിയത് പാപം ചെയ്ത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് പ്രപഞ്ചം മുഴുവനായി പ്രപഞ്ചത്തിന്റെ മുഴുവൻ മേഖലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി ഫനിയത്ത അനീമ അവിടെ നിന്ന് പാപം ചെയ്ത പ്രാപിച്ചു എന്നാണ് അദ്ദേഹത്തെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലാലായ അല്ലാഹുവുമായി മുനാജാത്ത് നടത്തിയപ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുൽ
Gracias.